ഹോട്ടലിന്റെ ലൈറ്റ് അണച്ചാൽ 50 മീറ്റർ അകലെയുള്ള ക്ഷേത്രകുളത്തിൽ നിന്ന് വരിവരിയായി ആമകളെത്തും. ഹോട്ടലിന് പുറത്തു വെച്ചിരിക്കുന്ന ഇലയിൽ നിരത്തിയിരിക്കുന്ന ഉപ്പുമാവും വടയും ഇഡ്ഡലിയും പഴംപൊരിയും ഒക്കെ വേണ്ടുവോളം ആസ്വദിച്ച് കഴിക്കും. ശേഷം വരിതെറ്റാതെ ക്ഷേത്രകുളത്തിലേക്ക് തന്നെ മടങ്ങും. ഹോട്ടലുടമയും ജീവനക്കാരുമായി ഉറ്റ ചങ്ങാത്തത്തിലുമാണ് ആമകൾ. തൃശൂരിൽ നിന്നുമാണ് ആമ മനുഷ്യബന്ധത്തിന്റെ ഈ അപൂർവ കാഴ്ച. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻ ഹോട്ടലിലേക്കാണ് ക്ഷേത്രകുളത്തിൽ നിന്ന് ആമകൾ വരിവരിയായി എത്തുന്നത്. ഒരിക്കൽ CCTV ദൃശ്യത്തിൽ നിന്നാണ് ഹോട്ടലിലേക്ക് ആമകൾ എത്തുന്ന കാര്യം ഉടമ താണിക്കുളം സ്വദേശി സന്തോഷ് അറിയുന്നത്. അടുത്ത ദിവസം മുതൽ രാത്രിയിൽ ഹോട്ടൽ അടയ്ക്കാൻ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ഇലയിൽ ആഹാരം വെച്ചു തുടങ്ങി. ഇതോടെ 7:30-നും 8-നും ആമക്കൂട്ടം എത്തിത്തുടങ്ങി. ദിവസവും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. മിക്കവാറും 10 എണ്ണം വരെ ആഹാരം കഴിക്കാനെത്തുന്നു. ആദ്യം ആൾക്കാരുടെ അനക്കവും വെളിച്ചവുമൊക്കെ ആമകൾക്ക് പേടിയായിരുന്നു. ഇപ്പോഴത് മാറിയിരിക്കുന്നു. ആമകളുടെ വരിവരിയായുള്ള വരവും തീറ്റയും പോക്കും കാണാൻ നിരവധി പേരാണ് ജവാൻ ഹോട്ടലിലെത്തുന്നത്. ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിച്ചയാളാണ് സന്തോഷ്. അതിനാലാണ് ഹോട്ടലിന് ജവാൻ എന്ന പേരുമിട്ടിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, തൃശൂർ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.